നമസ്കാരം. ആസ്ട്രോ ടോക്സ് മലയാളത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജന്മം കൊണ്ട് നാം ഓരോരുത്തരും ഓരോ നക്ഷത്രത്തിന്റെ കാവലിലാണ്. പക്ഷേ ജീവിതയാത്രയിൽ എവിടെയോ വെച്ച് നമ്മുടെ ഐശ്വര്യവും സമ്പത്തും വഴിമുട്ടി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? വിധി തളച്ചിട്ട കഷ്ടപ്പാടുകൾക്ക് മാറ്റം വരുത്താൻ ആയുസ്സും ആരോഗ്യവും ധനവും പ്രദാനം ചെയ്യുന്ന ചില പുണ്യസങ്കേതങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജന്മനക്ഷത്രത്തിന് പ്രത്യേകമായുള്ള നാം നിർബന്ധമായും സന്ദർശിക്കേണ്ട ചില മഹാക്ഷേത്രങ്ങൾ. ഭക്തിയുടെ മന്ത്രധ്വനികൾ മുഴങ്ങുന്ന, ഐതിഹ്യങ്ങളുറങ്ങുന്ന ആ പുണ്യഭൂമികളിലൂടെ നിങ്ങളുടെ നക്ഷത്രദോഷങ്ങൾ അകറ്റി ഐശ്വര്യം നിറയ്ക്കാൻ ആസ്ട്രോ ടോക്സ് മലയാളം അവതരിപ്പിക്കുന്നു പുതിയ സെഗ്മെന്റ്, ക്ഷേത്രായനം. ഇത് കേവലമൊരു യാത്രയല്ല, നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി സമൃദ്ധിയിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു ആത്മീയാനുഭവം. നമുക്കൊന്നിച്ചു തുടങ്ങാം ഭക്തിനിർഭരമായ ഈ ക്ഷേത്രായനം. ഓരോ വ്യക്തിയും എന്തായി തീരണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും തീരുമാനിക്കുന്നതിന് ജന്മനക്ഷത്രങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടുതന്നെ ജന്മനക്ഷത്ര ക്ഷേത്രങ്ങൾ ജീവിതത്തെ പ്രത്യേകം സ്വാധീനിക്കുന്നതിനാൽ അതിനനുസരിച്ചുള്ള ദർശനങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇതാ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സന്ദർശിക്കേണ്ട ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അറിയാം. നമ്മുടെ പൂർവികർ പകർന്നു തന്ന ആത്മീയ ജ്ഞാനവും നക്ഷത്രരഹസ്യങ്ങളും കോർത്തിണക്കി ഒരു പുതിയ യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 27 ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതാണ് അശ്വതി നക്ഷത്രം. അശ്വിനി ദേവതകളുടെ കുതിരയുടെ ആകൃതിയിലാണ് അശ്വതി നക്ഷത്രം കാണപ്പെടുന്നത്. ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കാര്യത്തിൽ ആകുലതകളില്ലാതെ ജീവിക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. അശ്വതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രം കണ്ണൂർ തളിപ്പറമ്പിന് സമീപമുള്ള കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രമായി അറിയപ്പെടുന്നു. ഈ ക്ഷേത്രം സന്ദർശിക്കുക വഴി നിങ്ങളുടെ നക്ഷത്രത്തിന് ഏതെങ്കിലും തരത്തിൽ ദോഷഫലങ്ങളുണ്ടെങ്കിൽ അത് വിട്ടുപോകും. അശ്വതി, മൂലം, മകം എന്നീ നാളുകളിൽ അശ്വതി നക്ഷത്രക്കാർ ക്ഷേത്രദർശനം നടത്തണമെന്നാണ് വിശ്വാസം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ജന്മനക്ഷത്രം അശ്വതിയാണെങ്കിൽ നക്ഷത്രത്തോടൊപ്പം പേരുകൂടി കമന്റ് ചെയ്യുക. ശ്രീ വൈദ്യനാഥ പ്രാർത്ഥനകൾക്കായി ഏവർക്കും മഹാദേവന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ആരംഭിക്കാം. ശിവനെ വൈദ്യനായി ആരാധിക്കുന്ന ക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. ഒരുപാട് വിശ്വാസങ്ങളും കഥകളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പ്രധാന വിശ്വാസങ്ങളനുസരിച്ച് ശിവനും സൂര്യനുമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ കാഞ്ഞിരങ്ങാട് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. വൈദ്യനാഥ ഭാവത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. പണ്ടുകാലത്ത് ഉത്തരകേരളത്തിലെ സ്ത്രീകൾ കുട്ടികളുടെ ക്ഷേമത്തിനായി തൊഴുതുവന്നിരുന്ന 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമാണ് മറ്റുള്ളവ. രാജരാജേശ്വരൻ കുഞ്ഞിന് പ്രതാപവും തൃച്ചംബരത്തപ്പൻ സ്വഭാവഗുണവും വൈദ്യനാഥൻ ആയുരാരോഗ്യ സൗഖ്യവും നൽകുമെന്നാണ് വിശ്വസിച്ചു വരുന്നത്. ശ്രീ വൈദ്യനാഥ ക്ഷേത്രം തളിപ്പറമ്പിൽ നിന്നും ആലക്കോട് റൂട്ടിൽ 6 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു. പ്രധാന പ്രതിഷ്ഠ കിഴക്ക് മുഖമായ ശ്രീ വൈദ്യനാഥനാണ്. ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വൈദ്യത്തിന്റെ നാഥനാണ് ഇവിടെ ശ്രീ പരമേശ്വരൻ. ഇവിടെ വന്ന് ഭജനയോടുള്ള ആചാരാനുഷ്ഠാനങ്ങളോടെ പ്രാർത്ഥിച്ചാൽ ഏത് മാറാവ്യാധിയും വിട്ടുമാറുമെന്നാണ് സങ്കല്പം. ശ്രീ അയ്യപ്പൻ, ശ്രീ ഗണപതി എന്നീ പ്രതിഷ്ഠകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിതം ലക്ഷ്മിപുരത്തിന്റെ മുൻവശത്തുള്ള കൊടുംകാട്ടിൽ കാരസ്കരൻ എന്നു പേരായ ഒരസുരൻ ജീവിച്ചിരുന്നു. ഭസ്മാസുരന്റെ പുത്രനായ ഇയാളുടെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ ഒരുനാൾ പരശുരാമൻ കാട്ടിൽ കടന്നു അസുര നിഗ്രഹം നടത്തി. അതിനുശേഷം കാട്ടിലൂടെ നടക്കുകയായിരുന്ന ഭാർഗവരാമൻ തേജോമയമായ ശിവലിംഗം കാണുകയും അത് യഥാവിധി പൂജിക്കുകയും ചെയ്തു. അപ്പോഴവിടെ എത്തിയ നാരദ മഹർഷി ശിവലിംഗത്തിന്റെ ഉത്ഭവം പരശുരാമന് പറഞ്ഞുകൊടുത്തു. പണ്ട് സൂര്യബിംബത്തിന് വിഷബാധയേൽക്കുകയും തേജസ് മങ്ങിപ്പോവുകയും ചെയ്തു. ഇതിന് പരിഹാരമെന്ത് എന്ന് ചിന്തിച്ചിരുന്ന സൂര്യനു മുന്നിലെത്തിയ ഗരുഡൻ ഉപായം പറഞ്ഞുകൊടുത്തു. പാലാഴി മഥന സമയത്ത് വാസുകി ഛർദ്ദിച്ച വിഷം ലോകരക്ഷാർത്ഥം ശിവൻ കുടിച്ചപ്പോൾ അതിൽ നിന്ന് മുക്തനാകാൻ ശിവൻ വൈദ്യനാഥൻ എന്ന ആത്മലിംഗം തന്നെ ഉണ്ടാക്കി. പാർവതീ സമേതനായി പൂജിച്ചു. രോഗവിമുക്തനാവുകയും ചെയ്തു. അതിനാൽ ശിവന്റെ കൈവശമുള്ള ആ വൈദ്യനാഥലിംഗം സമ്പാദിച്ച പൂജ നടത്തിയാൽ രോഗവിമുക്തി നേടാം. അതനുസരിച്ച്
സൂര്യൻ ശിവനെ ധ്യാനിച്ച് ശിവനിൽ നിന്നും വൈദ്യനാഥലിംഗം സമ്പാദിച്ച് ലക്ഷ്മിപുരത്തിനടുത്ത് വിധിപ്രകാരം പ്രതിഷ്ഠിച്ചു പൂജിച്ചു. അതോടെ രോഗമുക്തി നേടുകയും ചെയ്തു. ആ മഹാലിംഗമാണിത്. വിധി പോലെ ക്ഷേത്രം പണിത് പൂജിക്കുക എന്ന് പറഞ്ഞ് നാരദർ മറഞ്ഞു. നാരദനിൽ നിന്നും ശിവലിംഗ കഥ കേട്ട പരശുരാമൻ വൈദ്യനാഥ ക്ഷേത്രം നിർമ്മിച്ചു. കാരസ്കരൻ എന്ന അസുരൻ മൂലമാണ് പരശുരാമൻ കാട്ടിലെത്തിയത്. അതുകൊണ്ട് ക്ഷേത്രം കാരസ്കരാലയം, വൈദ്യനാഥ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. ലോഭിച്ച് കാഞ്ഞിരങ്ങാടായി. ഇലകൈക്കാത്ത ഒരു കാഞ്ഞിരമരം ഇവിടെയുണ്ട്. സൂര്യദേവൻ പ്രതിഷ്ഠിച്ചു പൂജിച്ച ശിവലിംഗമായതുകൊണ്ട് ഞായറാഴ്ച പ്രധാന ദിവസമാണ്. രോഗമുക്തി തേടി ഭക്തർ ഇവിടെ എത്തുന്നു. രോഗശാന്തി നേടുവാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് പണ്ടുകാലം മുതലുള്ള വിശ്വാസം. കണ്ണുകളുടെ രോഗവും ത്വക്രോഗവും മാറുവാനും ഇവിടെ പ്രാർത്ഥിച്ചാൽ മതിയത്രേ. എന്നാൽ അതിനു മുൻപ് ക്ഷീരധാരയും ജലധാരയും ശിവനു വഴിപാടായി സമർപ്പിക്കേണ്ടതുണ്ട്. കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിൽ പൊതുവെ ഏതു ദിവസം വേണമെങ്കിലും വരുവാൻ സാധിക്കുമെങ്കിലും കൂടുതലും ആളുകൾ ക്ഷേത്ര ദർശനത്തിനായി ഞായറാഴ്ചകളാണ് തിരഞ്ഞെടുക്കുന്നത്. സൂര്യന്റെ തേജസ്സോടുകൂടിയാണ് ഈ ദിവസം വൈദ്യനാഥൻ ഉള്ളതെന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഞായറാഴ്ചകളിലെ ക്ഷേത്രദർശനം. ഇതുകൂടാതെ 6 ഞായർ എന്നൊരു ദിവസം കൂടിയുണ്ട്. മലയാള മാസം 6-ാം തീയതി ഞായറാഴ്ച വരുന്നതുണ്ടെങ്കിൽ ആ ദിവസം വൈദ്യനാഥനെ കാണണമത്രേ. ഈ ദിവസം ദർശനം നടത്തുവാൻ സാധിക്കുന്നത് വലിയ പുണ്യമായാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. 6 ഞായർ എന്നാണ് ഇങ്ങനെ വരുന്ന ഞായറാഴ്ചയുടെ പേര്. അശ്വതി നക്ഷത്രക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ അറിവ് ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തിനായി കാഞ്ഞിരങ്ങാട് വൈദ്യനാഥന്റെ തിരുനടയിലേക്ക് നമുക്കൊരു യാത്ര പോകാമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഓരോ നക്ഷത്രങ്ങളുടെയും ജന്മക്ഷേത്രങ്ങളെക്കുറിച്ചും ദോഷപരിഹാരങ്ങളെക്കുറിച്ചും വരും ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. ആ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ആസ്ട്രോ ടോക്സ് മലയാളം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു നക്ഷത്രവിശേഷവുമായി ക്ഷേത്രായനത്തിന്റെ അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.